വെൽക്കം ബാക്ക് ടു JP വ്ലോഗ്സ്. കുറെ നാളുകൾക്ക് ശേഷം പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഒക്കെ ഭയങ്കര സീരിയസ് വീഡിയോസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം കുറച്ച് ഫണ്ണാവാം അല്ലേ ബേബി? അപ്പൊ ഫണ്ണിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? കളിക്കാതാ. എവിടെയാ പോകുന്നത് നമ്മള്? ഏത് റിസോർട്ട്? ആ പേരൊന്നും പറയണ്ട, നമുക്ക് പേരവിടെ എത്തിയിട്ട് നോക്കാം. റിസോർട്ടിൽ പോയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യാ? എന്തിനാ റിസോർട്ടിൽ പോകുന്നത്? അടിച്ചു വിളിക്കാറാ സ്വിമ്മിങ്. അപ്പൊ നമുക്കൊരു പാട്ട് പാടിയിട്ട് പോയാലോ? ഏത് പാട്ടാ? കുറച്ച് ഷാർപ്പാണോ? തുടക്കമിട്ടില്ലേ പൊന്നെ അടുത്ത് വന്നിനി നിന്നാട്ടെ, പിണക്കം എന്താണ് എന്റെ നിഴാക്കണതെന്താണ്, അടക്കം എന്താണ് നോക്കി കൊല്ലല്ലേ പിഞ്ചല്ലേ എൻ കരളിൽ താമസിച്ചാൽ മാപ്പു തരാം രാക്ഷസി. അങ്ങനെ ഞങ്ങളൊരു 2 days സ്റ്റേക്കേഷൻ പ്ലാനിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ തന്നെയുള്ള ഒരു റിസോർട്ടിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ മുമ്പൊക്കെ പോയിട്ടുള്ള റിസോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതത്ര വലിയൊരു പ്രോപ്പർട്ടി ഒന്നുമല്ല, ചെറിയൊരു സ്പേസാണ്. പക്ഷേ ഉള്ള സ്പേസ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റൂമിൻ്റെ പുറത്തായിട്ട് ഇതുപോലൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ സൗകര്യമൊന്നുമില്ല, ചെറിയൊരു ബെഡ് ഇടാനുള്ളൊരു സൗകര്യം മാത്രമേ ഉള്ളൂ. ബാത്റൂം ആണെങ്കിലും ചെറുതാണ് കേട്ടോ, ഇതാണ് ബാത്റൂം. പക്ഷേ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് ജക്യൂസിയാണ്. ഇതൊരു ഓപ്പൺ സ്പേസിലാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് കർട്ടൻസ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു റൂമും ഈ ഒരു ചുറ്റുപാടും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം. ഗൈസ്, അപ്പോൾ നമ്മൾ എത്തി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഗ്ലാം വൈൽഡർനെസ് എന്ന് പറയുന്ന റിസോർട്ടിലാണ്. ഇത് നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1 hour ഡ്രൈവായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 1:15 ആയിരുന്നു എത്തുമ്പം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലഞ്ച് കഴിച്ചു. ലഞ്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പം റൂമിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സമയത്ത് ഒരു റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്നത് കേട്ടോ. പൊതുവേ ഇവിടെ 12 മണിക്കായിരുന്നു ചെക്ക് ഇൻ. നമ്മൾ ഇതുവരെ എല്ലാ റിസോർട്ട് എടുത്തു കഴിഞ്ഞാലും 12 മണിക്കാണ് ചെക്ക് ഇനെങ്കിലും നമ്മൾ എത്തുമ്പോഴത്തേക്ക് 4 മണി ആവാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വെയിലൊക്കെ ഒന്ന് ഒതുങ്ങി കുറച്ചൊരു തണുപ്പ് ഇതൊക്കെയുള്ള സമയത്താണ് നമ്മൾ പൊതുവേ എല്ലാ റിസോർട്ടിലും കയറിയിട്ടുള്ളത്. പക്ഷേ ഇതിപ്പം കറക്റ്റ് ഉച്ച സമയത്താണ് കയറിയത്. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല വെയിലും അത്യാവശ്യം ചൂടുണ്ട് പുറത്ത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുറത്തൊന്നും ഇറങ്ങി നടക്കാനുള്ളൊരു വലിയൊരു മൂഡില്ല. അപ്പോൾ വിചാരിച്ചു കുറച്ച് സമയം നമുക്ക് റൂമിലിരുന്നിട്ട് റെസ്റ്റ് എടുത്തിട്ട് ഒരു വൈകുന്നേരം ഒരു 5 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് ഇപ്പോൾ പ്ലേസ്. അപ്പോൾ ഞാനൊരു കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. ശിശി ഉറങ്ങി. മറ്റേ മിഥുനം സിനിമയിൽ അമ്മാവനെല്ലാം കൊണ്ട് ട്രിപ്പ് പോയി എന്നൊക്കെ പറഞ്ഞ അവസ്ഥയാണ്. ശിശിക്ക് ഭയങ്കര ക്ഷീണമെന്ന് വെച്ചാൽ ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് കോൾഡ് പിടിച്ചു. അപ്പോൾ ഇവിടുത്തെ വരെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഫുൾ ടയർഡായിട്ട് ഉറങ്ങുന്നതാണ്. അപ്പം ഇപ്പോൾ ഏതായാലും നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയൊരു കാലാവസ്ഥയല്ല, അത്യാവശ്യം ചൂടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം ഉറങ്ങിക്കോന്ന്. അപ്പോൾ ഒരു 5 മണിയെല്ലാം കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് ഉഷാറാവുമല്ലോ. അങ്ങനെ ഇപ്പോൾ വാബിക്കും കുറച്ച് കോൾഡ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് രണ്ടാളും കുറച്ചൊന്ന് സൈഡാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കെന്തായാലും ഉറക്കം വരുന്നില്ല, അപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, വാബി റെസ്റ്റ് എടുത്തിട്ട് ഇറ്റ്സ് ഓക്കെ വാബി റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ വാബി? ഒന്നും ആയിട്ടില്ല, ചെറുങ്ങനെ, അത് സാരില്ലപ്പാ. ഇത് നമ്മളെ റൂമിന്റെ മുമ്പിൽ തന്നെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട് കേട്ടോ, ഇങ്ങനെ കോടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ചെറിയൊരു ഇരിക്കാനുള്ള 2 കസേരയും ഇതൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ ഒരു കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. വാബി ഇവിടുന്ന് കളിക്കുന്നുണ്ട്. വാബി അമ്മ വരട്ടെ. ആ കയറിക്കോ, ബാ, കൈ പിടിച്ചിട്ട് കയറി. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ആ കാണുന്ന റൂമുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലും ചെറിയൊരു ഇൻഡോർ സ്പേസ് ആണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. അവിടെ ഇതേപോലെ കളറിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ ബുക്സും ക്രയോൺസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും വാബിയും കൂടി അവിടെ ഇരുന്ന് കുറേ നേരം കളറിംഗ് ഒക്കെ ചെയ്തു. നന്നായിട്ട് ഇറങ്ങിയ ശിശി. നമ്മുടെ റിസോർട്ടിൻ്റെ ചുറ്റിലൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചായൻ്റെ ടൈം 5:30 അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവർ ആ ചായയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു, അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. പൂൾ ഏരിയേൻ്റെ
തൊട്ട് ഇപ്പുറത്തായിട്ട് നമ്മുടെ ഹൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിക്കാൻ പോവാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് സാൻഡ്വിച്ച്, മുളകാ ബജ്ജി, പിന്നെ പാനിപ്പൂരി, ചാട്ടൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാബി എന്തിനാ ഇവിടെ ഇരുന്നത്? ചായ. വാട്ട് ഡു യു വാണ്ട്? കുക്കീസാ? കുക്കീസൊന്നും ഇല്ലല്ലോ ഇവിടെ. കുക്കീസൊന്നും ഇല്ലല്ലോ ഇവിടെ, ചായയല്ലേ ഉള്ളൂ. ആ ഓക്കെ, നോക്കാം. Hello, Mr. Devendran. Hello, Mr. Babu. Babula. Babu. Hello, Mr. Babu. അങ്ങനെ നമ്മളൊരു കുളിയൊക്കെ കഴിഞ്ഞു. ഇനി ഡിന്നർ കഴിക്കാൻ പോകണം കേട്ടോ. സിഷിയും വാബിയും CID മൂസ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള രാത്രിയിലത്തെ ഒരു ആംബിയൻസ്. ഇപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്ക്രീൻ കാണാൻ പറ്റും. ഈ ഒരു സ്ക്രീനിലുണ്ടല്ലോ, ഈ ടൈം ആകുമ്പോൾ നല്ല ബോളിവുഡ് സോങ്സ് ഒക്കെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അതും കേട്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് ഈ ഊഞ്ഞാലാടാൻ നല്ല രസമാണ് കേട്ടോ. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വാബിയുടെ പ്ലേ ഏരിയയിലോട്ട് വന്നിട്ടാണുള്ളത് കേട്ടോ. ഇപ്പം നടക്കുന്നത് ഞാനും വാബിയും തമ്മിലുള്ള കളറിങ് കോമ്പറ്റീഷനാണ്. ഈ കളറിങ് പരിപാടി ഉണ്ടല്ലോ, ആക്ച്വലി നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാനും ഫോക്കസ് കൂട്ടാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഞാൻ വാബിൻ്റെ കൂടെ സ്ഥിരം ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് വാബി ഇത് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കില്ല. ആ സമയത്ത് ചിലപ്പോൾ സ്ട്രെസ് ആവാറുണ്ട്. വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ പോലും ഇതേപോലെ ഒരു കളറിങ് ബുക്കൊക്കെ വാങ്ങി ഇടയ്ക്കൊക്കെ ഒന്ന് ഫോണൊക്കെ മാറ്റി വെച്ച് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. വേറെ ആർ യു ഗോയിങ്? To the swimming pool. കൂളാ സ്വിമ്മിങ്? Swimming pool. അതിന് സ്വിമ്മിങ് ഡ്രസ് ഇട്ടിട്ട് തൊപ്പിയും വേണം. തൊപ്പി ഇവിടുന്ന് ഇട്ടിട്ട് വാങ്ങാം. അവിടെ എത്തിയിട്ടാ പോരാ. ഇവർ രണ്ടുപേരും പൂളിൽ ഇറങ്ങാൻ പോകാന്ന് കേട്ടോ. ഞാൻ ഫുഡിനെ കുറിച്ച് പറയാൻ വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഹൈ-ടീ എല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. എല്ലാം ബഫേ ആയിരുന്നു. പക്ഷേ മിനിമൽ ഐറ്റംസേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ എല്ലാം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ പൂളിൽ ഇറങ്ങുന്നില്ല കേട്ടോ. എനിക്ക് ഇറങ്ങാനുള്ള സാഹചര്യമല്ല. പിന്നെ എനിക്ക് ഇറങ്ങാൻ വലിയ താല്പര്യവും ഇല്ല, നല്ല മടിയുണ്ട്. ഇതിവിടെ കുറേ ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് ഊഞ്ഞാലാടാം. നമ്മൾ ലഞ്ചും കഴിഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് ഓരോ പാട്ടും പാടിയിരിക്കുന്നതാണ്. ഇനി അടുത്തത് സിഷീൻ്റെ ടേണാണേ. പാടിക്കോ. നേരത്തെ ഇവിടെ പഠിപ്പിച്ച പാട്ടെന്നേന് മൈനാട്ടിക്കിളിയേ വാ. അങ്ങനെയാ? ആണോ? നല്ലൊരു പാട്ട് പാടി. കാടേ കാടേ പൂക്കാടേ മരമേ മരമേ മാമരമേ എളിയേ എളിയേ മരമെളിയേ പ്ലാവ് മരത്തൊരു കുഴിച്ചക്ക. കഴിഞ്ഞില്ലോ. എന്നോ നിന്നൊരു പിണക്കം. എന്നോരെന്തി പിണക്കം എന്തിനോട് പരിഭവം. എന്നോരണ്ടിന് പിണക്കം എന്നോട് പരിഭവം. വാബിന്റെ ഒരു സ്റ്റോറിയാണ്, പറഞ്ഞോ. എല്ലാരും കേൾക്കണം കേട്ടോ. ഒരു ഞാൻ ഏത് കളിയാ പറയുന്നത്? കാടിന്റെ കുരങ്ങിന്റെ. പണ്ട് ഒരിടത്ത് ഒരു കുരങ്ങൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അവരെപ്പോഴും ഈ മരത്തുമ്മ കയറി നിന്നിട്ട് ഒരു പഴം തിന്നു. എന്നിട്ട് ആ പഴം തിന്നു
എന്നെ താഴെ നോക്കുമ്പോൾ ഒരു മോട്ടലോ കുരങ്ങ് മരുന്നു തെങ്ങിൻ്റെ തെക്കോട്ട് ഇങ്ങനെ ഒഴിച്ചിരുന്നു. എന്നിട്ട് പൂമ്പാറ്റിങ്ങനെ പറഞ്ഞു ആ പൂമ്പാറ്റ മാജിക്കൽസനായിരുന്നു. മാജിക്കൽസൻ ഇങ്ങനെ മാജിക് വടിയിൽ തൊട്ടതിന് ഒരു മലകിയായി മാറി. എന്നിട്ട് ആ മലക ആ കുരങ്ങനെ രസിച്ചു. എങ്ങനെയാണ് മാജിക്കിനെ കൊണ്ട് തൊട്ട വാടന്നെ വേറെ കുരങ്ങനാവും, ഗേൾ കുരങ്ങൻ വരും. അപ്പൊ ഇങ്ങനെ രസിച്ച് കഥ കഴിഞ്ഞു. അടിപൊളി. കഥ പറയുന്നത് ഒരു പൂവണ്ടിയും ഒരു മാലാഖയുണ്ട്. ഓക്കെ. ജീവനമില്ലാത്ത പൂവ് കണ്ണ് എല്ലാം പൂട്ടി കിടക്കുന്നായിരുന്നു. പൂ ജീവനില്ലോണ്ടല്ലേ ഇങ്ങനെ വളർന്നു. ആ പൂവ് കണ്ണ് പൂട്ടി ഉറങ്ങുണ്ടായിരുന്നു. ഒരു ദിവസം കുട്ടീൻ്റെ ഒരമ്മ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു. എന്നാലും പൂ കണ്ണു അമ്മ വെള്ളം കപ്പുമായിട്ട് വന്നിട്ട് ഇങ്ങനെ വെച്ചു. എന്നെ പൂ താങ്ക് യു പറഞ്ഞിട്ട് പിന്നോടും എന്നൊരു പെട്ടെന്നൊരു ഒച്ച വെക്കും. പെട്ടെന്നൊരു അനക്കം ആവും. എന്നൊരു അത് വീഴോയി പൂവാ. എന്നൊരു കുറച്ചും കൂടി അമ്മ വെച്ച് ഇത്ര വലുത് പൂവ്. എന്നിട്ട് കടിക്കാൻ പറ്റില്ല അമ്മേനോ. എന്നെ അമ്മയും കുത്തി ഓടി പോയോടെ. എന്നിട്ട് ഒരു മരത്തിൻ്റെ ഇത് കാണും. എന്നെ കടിച്ച് അച്ഛ തിന്നു. അമ്മനൊപ്പം അമ്മയില്ല, കുട്ടിയില്ല, അച്ഛനുമില്ല. അങ്ങനെ കഥ ആവശ്യമാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഗ്ലാം വൈൽഡർനെസ്സിൽ ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഇപ്പോൾ വൈകുന്നേരം 4 മണി കഴിഞ്ഞു കേട്ടോ. ഞാനൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. ഈ ഒരു നമ്മളിപ്പോൾ താമസിക്കുന്ന റൂമിൻ്റെ ഏറ്റവും ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് ജക്കൂസിയാണ്. അത് ഞാൻ നേരത്തെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൂം അത്യാവശ്യം ചെറുതാണ് കേട്ടോ, വലിയ സൗകര്യമില്ല. ഒരു ചെറിയൊരു ബെഡ് വെക്കാനുള്ള ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. ബാത്റൂം ആണെങ്കിലും ചെറിയ ബാത്റൂമാണ്. അപ്പോൾ പക്ഷേ അതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ജക്കൂസി ഉള്ളപ്പോൾ നമുക്ക് ആ ഒരു കുറവുകളൊന്നും തോന്നുന്നില്ല. അതൊരു ഓപ്പൺ സ്പേസിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുക. 1 മണിക്കൊക്കെ ലഞ്ച് നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പോവുക, വരിക, ജക്കൂസിൽ ഇറങ്ങുക, കുളിക്കുക. പിന്നെ ഇവർ രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 4 മണി കഴിഞ്ഞല്ലേ, 5:30 ആവാനാകുമ്പോൾ ഹൈറ്റിൻ്റെ സമയം. അപ്പോൾ പോവുക, ചായ കുടിക്കുക, വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ കുളിക്കാൻ ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. അങ്ങനെ വേറെ എന്താ പറയുക ആക്ടിവിറ്റീസ് എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ റൂമിലിരിക്കുക, ചില്ല് ചെയ്യുക. പിന്നെ റൂമും ഒന്ന് പുറത്തുള്ള കാണിച്ചു. അത്യാവശ്യം നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീനാണ്. അത് രാത്രിയാകുമ്പം വേറെ തന്നെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. അവിടെ നല്ല രാത്രിയാകുമ്പോൾ നല്ല ബോളിവുഡ് സോങ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു രസമായിരുന്നു. അങ്ങനെ കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ കാണിക്കും. കപ്പിൾസൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല ആംബിയൻസ് ആട്ടോ. കപ്പിൾസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെപ്പോലത്തെ കപ്പിൾസ് അല്ല. 10 വർഷത്തെ ആനിവേഴ്സറി എല്ലാം ആഘോഷിക്കുന്ന കപ്പിൾസ് വന്നിട്ടാകുമ്പം പ്രത്യേകിച്ച് വലിയ ഫീലൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് ഒരു 1-2 വർഷം ജസ്റ്റ് മാരീഡ് അല്ലെങ്കിൽ ലവ് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു റൊമാൻറ്റിക് ഒരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. ആ ഒരു ബോളിവുഡ് സോങ്സും ഇതൊക്കെ കേൾക്കുന്നു. ഒന്ന് തിരിഞ്ഞ് ആ ഊഞ്ഞാൽ കാണിച്ചെടുത്ത് ഞാൻ ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് ഈ ഊഞ്ഞാലിൽ വന്നിരുന്നു ഈ ഊഞ്ഞാൽ ആടിക്കൊണ്ട് അവിടുത്തെ ഈ പറഞ്ഞ ബോളിവുഡ് സോങ്സ് ഒക്കെ കേട്ട് ഞാൻ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യായിരുന്നു. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനത്തെ റൊമാൻറ്റിക് പാർട്ട്ണർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടിയിട്ട് കാരണം ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലാടിയപ്പം ഈ മനുഷ്യൻ അവിടെ അകത്തിരുന്ന് ക്രിക്കറ്റാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് ആംബിയൻസും കൂടി തരുന്നൊരു സ്ഥലമാണ്. അല്ലാത്ത പക്ഷം നമുക്ക് ഒറ്റയ്ക്ക് എന്താ പറയുക, റൊമാൻറ്റിക് കപ്പിൾസ് ആണെങ്കിൽ യു വിൽ fall in love with each other. അല്ലാത്ത പക്ഷം യു വിൽ fall in love with the place. അതാണ് വ്യത്യാസം. എൻ്റെ ഡയലോഗ് ഇട്ടിട്ടുണ്ട്. ഹായ് ബാബി, നമ്മളിനി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത്? ഓക്കെ, ബാബി കളിക്കുന്ന സ്ഥലത്ത് പോകണം. നമ്മൾ ചായ കുടിക്കും അല്ലേ അതിൻ്റെ സൈഡിൽ നിന്ന്.
നമ്മൾ ചായ ഹൈ ടീൻ്റെ ടൈമായി കേട്ടോ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ചായേൻ്റെ അടുത്ത് തന്നെ ഇവർക്ക് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിക്കാം അല്ലേ? നല്ലോണം ഉറങ്ങീനാ? ഓക്കെ, എന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. രാവിലെ ഉറങ്ങിനല്ല നല്ലോണം? ഉറങ്ങാനേ ഇങ്ങോട്ട് വന്നിനി. ഇന്ന് നമുക്കുള്ളത് സാൻഡ്വിച്ചും ഉള്ളിവടയാണ് കേട്ടോ, ഓണിയൻ പക്കോട. ഇനി ഇതുണ്ടെന്ന് തോന്നുന്നു അല്ലേ, ചാട്ടും പാനിപ്പൊരി ഇന്നും ഉണ്ടെന്ന് തോന്നുന്നു. അതിനോട് നമുക്ക് കഴിച്ചു. ബാഗ് അത് അപ്പുറത്തൊന്ന് കളിക്കുന്നുണ്ട്, അത് കാണിച്ചു കൊടുത്തേ. അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ്ങിൻ്റെ എല്ലാം കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ബാഗ് അവിടെ നിന്ന് കളർ അടിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്ന് ചായ കുടിക്കുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വാബിൻ്റെ കൂടെ പ്ലേ ഏരിയയിലൊക്കെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും നേരം സന്ധ്യയായി. നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു നൈറ്റ് ആംബിയൻസ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ ഒരു നൈറ്റും കൂടിയേ നമ്മളിവിടെ ഉള്ളൂ. നാളെ ഇവിടെ നിന്ന് ബായ് പറയണം. ഒരുപാട് ഒച്ചപ്പാടും പാളമൊന്നും ഇല്ലായിരുന്നു, പ്രത്യേകിച്ചൊന്നും ചെയ്യാനും ഉണ്ടായിരുന്നില്ല. എന്നാലും ദിസ് പ്ലേസ് ഈസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അതിന് പ്രത്യേക കാരണം ഈ ഒരു സ്ക്രീനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലിരുന്ന്, നമ്മുടെ വീടിൻ്റെ പുറത്തിരുന്നിട്ട് ഈ ഒരു സ്ക്രീനിൽ പ്ലേ ചെയ്യുന്ന ബോളിവുഡ് സോങ്സ് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഫീലായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നെങ്കിലും ഈ സ്ഥലത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ.